ബീഹാറിൽ മദ്യമാഫിയയുടെ നടുവൊടിക്കാൻ സർക്കാർ 127 പേരുടെ കോടികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും. മദ്യനിരോധനം നിലവിലുള്ള ബീഹാറിൽ മദ്യമാഫിയകൾക്കെതിരെ സർക്കാർ പിടിമുറക്കുന്നു. സംസ്ഥാനത്ത് അനധികൃതമായി മദ്യക്കച്ചവടം നടത്തുന്ന വൻകിട വ്യാപാരികളെ പൂട്ടാനാണ് സർക്കാരിന്റെ പുതിയ നീക്കം. എക്സൈസ് വകുപ്പും പ്രൊഹിബിഷൻ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും ചേർന്ന് ഇതിനകം 127 മദ്യ വ്യാപാരികളുടെ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു. നിയമവിരുദ്ധമായി ഇവർ സമ്പാദിച്ച കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് തീരുമാനം. മദ്യമാഫിയകളെ സാമ്പത്തികമായി തകർത്ത് അവരുടെ ശൃംഖല പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനായി BNS വകുപ്പ് 107 പ്രകാരം കോടതിയിൽ അപേക്ഷയും നൽകിയിട്ടുണ്ട്. കണക്കുകൾ പരിശോധിച്ചാൽ സംസ്ഥാനത്തെ മദ്യവേട്ടയുടെ വ്യാപ്തി മനസ്സിലാക്കാം. ഒരു വർഷം മാത്രം പ്രതിമാസം ശരാശരി 3.5 ലക്ഷം ലിറ്റർ മദ്യമാണ് പോലീസ് പിടികൂടിയതെന്ന് പ്രൊഹിബിഷൻ ആൻഡ് സ്റ്റേറ്റ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ DIG അജയ് കുമാർ പാണ്ഡെ പറയുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 11% കൂടുതലാണിത്. നാടൻ മദ്യം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 38,000-ലധികം ലിറ്റർ സ്പിരിറ്റും ഈ വർഷം മെയ് മാസത്തിനുള്ളിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ബീഹാറിന് പുറത്തേക്കും പോലീസിന്റെ ആക്രമണം നീളുന്നുണ്ട്. ഉത്തർപ്രദേശിലും ജാർഖണ്ഡിലുമായി നടത്തിയ പ്രത്യേക പരിശോധനകളിൽ 5 കോടിയോളം രൂപയുടെ മദ്യവും വാഹനങ്ങളുമാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ഈ വർഷം മെയ് മാസം വരെ മാത്രം 57,000 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ മദ്യം വിറ്റവരും കുടിച്ചവരും ഉൾപ്പെടുന്നു. 2016-ൽ മദ്യനിരോധനം വന്നതിന് ശേഷം നിയമം ലംഘിച്ചതിന്റെ പേരിൽ ഇതുവരെ 17 ലക്ഷത്തിലധികം ആളുകളാണ് അറസ്റ്റിലായത്. പിടിച്ചെടുത്ത മദ്യത്തിന്റെ 97% ഇതിനോടകം നശിപ്പിച്ചുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്തൊക്കെ സംഭവിച്ചാലും സംസ്ഥാനത്ത് മദ്യനിരോധനം കർശനമായി തന്നെ തുടരുമെന്ന് മുഖ്യമന്ത്രി സമ്രാട് ചൗധരി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.